Elon Musk's company Neuralink. That's the mark of the beast എന്നൊരു പറയുന്നുണ്ട്. അതെന്നപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളെ കാര്യമൊക്കെ എടുക്കും കേൾക്കട്ടെ. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 20 കട്ടൻ ചായ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് നമ്പർ 20. ആൻഡ് അഗെയിൻ ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് 5 ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ ജസ്റ്റ് കുറച്ച് കറണ്ട് അഫയേഴ്സിൽ ഞങ്ങളുടെ തോട്ട്സ് ഒപ്പീനിയനും മേ ബി മെച്യൂർ ബട്ട് ഇവോൾവിംഗ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സും സംഭവങ്ങളും ചെറിയൊരു ചെറിയ പോഡ്കാസ്റ്റാണ്. ഈവൻ ഫിലോസഫീസ് ആവാം, എന്ത് സംഭവമാവാം. സോ അതാണ് ഞങ്ങളുടെ ജസ്റ്റ് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട്. സോ അടുത്ത ടോപ്പിക്ക് നമ്മുടെ ന്യൂറാലിങ്കിൻ്റെ നമ്മുടെ ചിപ്പ്, നമ്മുടെ എലോൺ മസ്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ബെൻസ് ബൈ പോസ്റ്റ് ചെയ്തത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ ലൈവിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ബെൻസ് ബൈ ഇതൊരു കുറേ തവണ ഈ നമ്മുടെ ന്യൂറാലിങ്കിൻ്റെ ചിപ്പ് പല റെഫറൻസ് ആയിട്ട് ബെൻസ് ബൈ വന്നിട്ടുണ്ട്. കാരണം അവന് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ എലോൺ മസ്കും ഈ ഒരു ചിപ്പും ആ ഒരു സംഭവങ്ങളും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ കോൺട്രവേഴ്ഷ്യൽ സൈഡുകളുണ്ട്. ഇതിൻ്റെ പുള്ളിയുടെ ഇൻറ്റൻഷൻസ് എന്താണ്, എങ്ങോട്ടേക്കാണ് പുള്ളി ഇത് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ എലോൺ മസ്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ആ ലൈവിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് ഇത് ഭയങ്കര പവർഫുൾ ചിപ്പായിരിക്കും, ജീസസിനെ പോലത്തെ പവർ ഉണ്ടാവും എന്നുള്ള ഒരു കമൻറ്റൊക്കെ പുള്ളി അത് ട്രിഗർ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. I think some kind of brain machine interface that can give you cybernetic superpowers, I think is probably good. It could, help people that have brain or spine injuries. Enable people who've never spoken for years to speak again, which we've done. Give people eyesight who have lost both eyes or the optic nerve, or maybe have never even seen at all, blind from birth. By direct interface to the optical centers in the brain, you can actually restore eyesight or give people eyesight that they've never had before. And you can enable people to walk again, which I think is profound. I mean, these are kind of Jesus level things, like let's say like when technologies are hitting like Jesus level miracles, that's pretty good. പ്രിക്കോഷൻ ഈ ഒരു സംഭവത്തിലേക്ക് കടക്കുന്നതിന് ഞാൻ ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്യാം. അത് ഷൈനോക്ക് അതിൽ കാണിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എൻ്റെ സ്ക്രീൻ കാണാമോ? സോ ഇത് ന്യൂസ് നേഷൻ്റെ ഇതിൽ ഇതാണ് ഫസ്റ്റ് എലോൺ മസ്ക് ഇത് ചിപ്പ് തലയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആദ്യത്തെ മനുഷ്യൻ. ഓക്കെ. സോ ഓക്കെ, കാണേണ്ടവർക്ക് അത് ഓൺലൈനിൽ പോയി കാണാം. ഷൈനോ സ്ക്രീൻ മാറ്റിക്കുക. അപ്പോൾ ഇത് ബേസിക്കലി സംഭവം എന്ന് വെച്ചിട്ടുള്ളൂ. ഈ പുള്ളി ആണ് ആദ്യമായിട്ട് ന്യൂറാലിങ്ക് ടെസ്റ്റ് ചെയ്തേക്കുന്ന മനുഷ്യൻ. പുള്ളിക്ക് ഒരു ലാപ്ടോപ്പ് ഫ്രണ്ടിലുണ്ടെങ്കിൽ പുള്ളിക്കാരും പുള്ളിയുടെ ഷോൾഡറിൻ്റെ താഴത്തേക്ക് ഫുള്ള് പാരലൈസ്ഡാണ്. Nolan Arbaugh, 29 years old. About 8 years ago, I was in kind of a freak diving accident and dislocated my C4, C5. So I'm a complete quadriplegic. So I'm paralyzed from below the shoulders. I love playing chess, and so this is one of the things that y'all have enabled me to do, something that I wasn't able to really do much the last few years, especially not like this. I had to use like a mouse stick and stuff, but now it's all being done with my brain. If y'all can see the cursor moving around the screen, that's all me, y'all. പുള്ളിക്ക് കൈയും ഒന്നും അനക്കാതെ പുള്ളിയുടെ മൈൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ തോട്ട്സ് വെച്ച് പുള്ളിക്ക് അതിലെ മൗസ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ റീസെൻ്റ്ലി പുള്ളി വേർഡ്സ് ടൈപ്പ് ചെയ്ത് തുടങ്ങി. പുള്ളി ആലോചിക്കും. അങ്ങനെ ഇവോൾവ് ആയി വരുന്നുള്ളൂ. ഇത് കുറച്ച് നാൾ കൊണ്ട് തന്നെ ഓൾറെഡി പ്രോഗ്രസ് നടന്നു വരുന്നുണ്ട്. ഇവൻച്വലി ഹോപ്പീസ് ഈ സംഭവം വന്ന് ഇപ്പോൾ ഈ പുള്ളിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊന്ന് C4, C5 ആ 2 സംഭവങ്ങളാണ് പുള്ളിയുടെ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഷോൾഡറിൻ്റെ താഴത്തേക്ക് പാരലൈസ്. അപ്പോൾ അങ്ങനെ പാരലൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു ചിപ്പ്, താഴെ ഇവിടെ ഒരു ചിപ്പ്. അപ്പോൾ ആ കണക്ഷനാണ് ബ്രേക്ക് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ചിപ്പ് മറ്റേ ചിപ്പുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നടുക്കത്തെ കണക്ഷൻ പോയിരിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൈസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ടെക്നോളജി അല്ലെന്നാണ് ഒരു സൈഡിലെ ആർഗ്യുമെൻറ്റ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിലും വലിയ ഒന്നും കിട്ടാനില്ല. കാര്യം അവർക്ക് ഇപ്പോൾ അത് ഇച്ചിരി അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റും ആവും. അവരുടെ കൈ റോബോട്ട് വീട് ഇരിപ്പുണ്ട്, അവർ ആ ചായ എടുക്കണമെന്ന് ആലോചിക്കുന്നു, ഇവിടെ ഇരുന്ന് തന്നെ ചായ വരുന്നു, ഫുഡ് വരുന്ന ആലോചിക്കുന്നു, കൈ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരുന്നു, തോട്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം. ഇനി ബെൻസ്ബാഗ് ഇപ്പോൾ എലോൺ മസ്ക് മാത്രമല്ല, ബിൽ ഗേറ്റ്സ് ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്, വാക്സിൻ പാസ്പോർട്ട്. അത് കണ്ടായിരുന്നു ആരെങ്കിലും?
വാക്സിൻ പാസ്പോർട്ട് അത് കണ്ടോട്ടുള്ളതല്ലേ? അത് പുള്ളിക്കാണ് അല്ലെ ബോഡിയിൽ ഓടിട്ടുള്ളതല്ലേ? അല്ലല്ല ബോഡിയിൽ അങ്ങനല്ല, ആ സാധനമല്ല, ഈ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യും ഈ പറഞ്ഞ സാധനം. ഈ NFC പോലത്തെ ആടാ, അപ്പൊ നമുക്ക് പോയിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാനും അങ്ങനെയുള്ള സെറ്റപ്പ്. അറ്റ് ദി സെയിം ടൈം മിസ്റ്റർ ബീസ്റ്റ് ആണ് ഇത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ വാക്സിൻ പാസ്പോർട്ട് അല്ലല്ല, ഈ സാധനം ന്യൂറാലിങ്ക് ആണ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. Which is a computer chip surgically implanted into the brain, enabling people like Nolan here to reconnect to the world. So you were paralyzed from the neck down. Yeah, and for about 8 years, I was trying to find some purpose in my life. And then you got Neuralink, and what has that changed? Anything anyone can do on a computer, I can do. And he literally does it by using only his brain. You are currently moving that with your thoughts. Yeah, man. I want to see you send a text with your brain. Okay. His hands are paralyzed, but we're going to film them so you can see they're not moving. And using the neurons firing in Nolan's brain, Neuralink can translate those signals into movements. He just typed hi with his mind. Is this not crazy to anyone else? അയാൾ അത് 2 വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ബട്ട് അല്ല, എനിക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ഇത് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ എടുക്കുമോ എന്നുള്ളതാണ്. അതൊന്ന് നമുക്ക് യൂസ് ഈ സാധനം ഇപ്പം മെയിൻലി ഇറക്കിയേക്കുന്നത് ഇതുപോലത്തെ പേഷ്യൻസിന് വേണ്ടി മാത്രം, അതായത് പാരലൈസ് ആയിട്ടുള്ളവർക്ക്, അതായത് ALS പേഷ്യൻസ് എന്ന് പറയും. സോ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരൊറ്റ ഉപയോഗം മാത്രമല്ല ഇതിനുള്ള. ഇത് ഇടയ്ക്ക് സ്വീഡനിൽ ഇതുപോലെ സാധനമൊക്കെ ഉണ്ട്, കയ്യിലൊക്കെ വെച്ചിട്ടൊരു ചിപ്പ്, അത് വെച്ചിട്ട് നമ്മുടെ ഫോൺ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതിന് പകരം കൈ ടാപ്പ് ചെയ്യുന്നത്. അതാ NFC സിസ്റ്റം പറഞ്ഞത്. പക്ഷെ അത് ന്യൂറാലിങ്ക് അല്ല. അത് പക്ഷേ ഇപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് സ്റ്റേജ് 1 ആണ് ഇവർ ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നേക്കുന്നത്. സ്റ്റേജ് 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളെക്കാട്ടും അഡ്വാൻറ്റേജ് ആവും. കാര്യം വെച്ചാൽ അയാൾ ഇവിടെ ഇരുന്നുകൊണ്ട് അയാളുടെ കൈ പോയി ചായ എടുത്തുകൊണ്ട് വരുന്ന സമയം കൊണ്ട് അയാളോട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. 3 സംഭവങ്ങൾ അയാൾ തോട്ട്സ് വെച്ച് നടത്തുക. അപ്പോൾ സാധാരണ അടുത്ത സ്റ്റേജ് വരുന്നത് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്കും അതെന്താ അപ്പം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അൺഫെയർ അഡ്വാൻറ്റേജ് ആണല്ലോ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരും ഒപ്പം ഉള്ള ആൾക്കാർ എടുത്തു തുടങ്ങുമ്പോഴത്തേനും പറയും ഷൈനോപ്പ് അവിടെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നു, പക്ഷേ അവൻ്റെ റോബോട്ട് കൈ അവിടെ ഇരുന്നൊരു സംഭവം മാറ്റുന്നു, അവൻ എന്നിട്ട് അവിടെ നിന്ന് മറ്റേ ഫുഡ് എടുക്കാനായിട്ട് മറ്റേ കൈ പോയേക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കും ചെയ്യാം. കാര്യം എന്ന് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് എന്താ പറയുന്നത് ഫെയിലായി പോകും, ഇല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷനിൽ നിൽക്കത്തില്ല. അപ്പം അങ്ങനെ തോന്നുമ്പോഴത്തേനും ആണ് ഇവൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് അടുത്ത ലെവൽ സ്റ്റേജ് നമ്മളാണ്. ഇതിപ്പോൾ ഫോൺ തന്നെ നമ്മുടെ കയ്യിലുണ്ട്, അത് തന്നെ എപ്പോഴും അവരുടെ കൺട്രോളൊക്കെ തന്നെ എല്ലാ ഇത് കൺട്രോൾ ചെയ്യുന്നവരുടെ കൺട്രോളൊക്കെ തന്നെയാണ് ഫുള്ള്. അപ്പോൾ അത് അറ്റ് ദ സെയിം ടൈം ഈ സാധനം ഇതിനകത്തുള്ള എല്ലാം നമ്മുടെ തലയിൽ വരുന്നുള്ളതെന്നുള്ളതാണ് അതൊന്ന്. അത് ഞാൻ ചോദിക്കും, ഇത് ബോഡിക്ക് അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതൊന്ന്. പിന്നെ ഞാനൊരു ബൈബിൾ കോട്ട് ഇട്ടായിരുന്നു, കണ്ടായിരുന്നു. അത് ഓൾറെഡി ഒരു പ്രഡിക്റ്റഡ് പോലെ തന്നെയാണ്. അത് Revelation 13:16-17 അത് ഇട്ടുണ്ടായിരുന്നു തലയിലോ. നീ വായിച്ചില്ലെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. ആവശ്യമുള്ളതൊന്നും കാണരുത് കേട്ടോ. നീ എവിടെ ഇട്ട നമ്മുടെ ചെറുതായിട്ട് മിസ് ചെയ്തൊരു മെസ്സേജ്. അതാ പറയുക, ഇത് സാധനം ഇതുപോലൊരു ചിപ്പ്. അത് അന്ന് പക്ഷെ അത് ചിപ്പെന്നൊന്നും പറയാനൊന്നും ആർക്കും അറിയില്ലല്ലോ. അന്ന് അവര് മുദ്ര എന്നാ പറയണത്. ഇതിലെന്താ വേറെന്താ വാക്കാ പറഞ്ഞത് ഇംഗ്ലീഷിൽ. അത് തലയിലോ വലത്തെ കയ്യിലോ, അച്ഛയും തലയിൽ വലത്തെ കയ്യിൽ അത് ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദി മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അത് എടുക്കാത്തവർക്ക് ബൈ ആൻഡ് സെൽ അത് ഹാർഡായിരിക്കും, ഇത് നിയർലി ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് എടുക്കാത്തവർ ഒന്ന് സാധനം വാങ്ങിക്കാനും വിൽക്കാനും ഒന്നും പറ്റത്തേ ഇല്ല, അവർക്ക് പാടായിരിക്കും. ഏത് കാലത്താ എന്നാലോചിച്ച് നോക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഓൾറെഡി ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാത്തവർ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവരൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് ഈ പറഞ്ഞ കൺട്രോളിങ് സാധനങ്ങൾ ഇംപ്ലാന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ ആരൊക്കെ എടുക്കും? ഷൈൻ എടുക്കുമോ? ഞാൻ ഇത് അല്ലെ അതിപ്പോൾ പറഞ്ഞു, ഇപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചോയ്സ് ഉള്ളിടത്തോളം കാലം ഇത് കുറച്ചു കഴിയുമ്പോൾ നമുക്കൊരു ചോയ്സ് ഇല്ലാതെ പോലെ ഇതില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള ഇതാക്കിയാലോ. അതാ മറ്റേ സ്വീഡനിലെ കേസിൽ അവിടെ പാസ്പോർട്ട് മറ്റേ എനിക്കൊന്ന് എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ സാധനം ഇത് വെച്ചിട്ട് ടാപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ മാൻഡേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ വാക്സിൻ പറഞ്ഞ പോലെ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കും. സോ മെയിൻ പ്രശ്നം മാൻഡേറ്റ് ചെയ്യോ അതോ മാൻഡേറ്റ് ചെയ്യോ അവര്? നമ്മുടെ വാക്സിൻ സ്വീഡനിലുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ മാൻഡേറ്റ് ആണ്. ആപ്പിൾ പേ ആണെങ്കിലും മാൻഡേറ്റ് അല്ല, ഗൂഗിൾ പേ ഒന്നും മാൻഡേറ്റ് അല്ല. പക്ഷെ സംഭവം ഇപ്പൊ ഉണ്ട് സാധനം. കുറച്ച് കഴിയുമ്പം ഈ ഫിസിക്കൽ കറൻസി ഒന്നും ഇല്ലാണ്ടാവും, ഡിജിറ്റൽ കറൻസി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇല്ലാതെ ആക്കേണ്ട പോലും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ ഓട്ടോമാറ്റിക്കലി മാറി. ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ആപ്പിൾ പേ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും വേണം നിർബന്ധമില്ലല്ലോ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് വാലറ്റ് ഇട്ട് എടുത്തിട്ട് കാർഡ് കണ്ടുപിടിച്ചെടുക്കുന്നതിനെക്കാളും നല്ലത് എല്ലാ വാലറ്റും സംഭവത്തിലേക്ക് ആഡ്. എക്സാക്ട്ലി. അപ്പോൾ എന്നാലോചിക്കുക, എല്ലാവരുടെയും ഇത് മാത്രമേ ഉള്ളൂ, ഫിസിക്കലായിട്ടുള്ള കറൻസി ഇല്ല. അപ്പോൾ പിന്നെ എന്ത് എളുപ്പമാണ് കൺട്രോൾ ചെയ്യാൻ? ഇപ്പം നീ ഇപ്പോൾ ഒരു കടയിൽ പോയി അവർ പറയുക ഇപ്പം നീ മീറ്റ് കഴിക്കാൻ പാടില്ല, ഇനി തൊട്ട് ആൾക്കാരും മീറ്റ് കഴിക്കാനും പാടില്ല. അല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ ഇവർ ഇന്ന മാസം ഇത്ര മീറ്റ് കഴിച്ചു, ഇനിയിപ്പോൾ മീറ്റ് മേടിക്കാൻ പാടില്ല. അപ്പോൾ നോക്കുമ്പോൾ നിനക്ക് സാധനം മേടിക്കാൻ പറ്റുന്നില്ല. ഡിജിറ്റൽ കറൻസി കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ബാങ്ക് ഫ്രീസ് ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. ഇപ്പം നീ ആൽക്കഹോൾ മേടിക്കാൻ പോയി, അവർ പറയുക ഇനി ഈ മാസം അവന് ആൽക്കഹോൾ കുടിക്കണ്ട, അവർക്ക് കൺട്രോൾ ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. ഇപ്പോൾ ഈ സാധനം അതുപോലെ തന്നെ ആവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിൻ്റെ സെറ്റപ്പ് അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എനിക്ക് ഏറ്റവും സ്കെയറി ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫോണിലെ ഡാറ്റയൊക്കെ ആൾക്കാർ ഗ്യാദർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ബ്രെയിനിലുള്ള ഡേറ്റ എന്ന് പറയുന്നത്. സോ അപ്പോൾ
അതെങ്ങനെ ഒരാൾ ആക്സസ് ചെയ്യും, അതിനെ എങ്ങനെ ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്യും? അത്രയും വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ എന്തായാലും പറ്റില്ലേ? ഏതാ പറ്റുന്ന പറഞ്ഞ. അപ്പൊ അതാണ് എന്നെ ഏറ്റവും സ്കെയർ ചെയ്യുന്ന സാധനം ഇതിന്റെ കേസിൽ. ഇല്ല പറ്റും, അത് പറ്റും. സോ അത് പറ്റുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാ പോകുന്നത്. ഈവൻ നമ്മൾ എവിടാന്നുള്ള ലൊക്കേഷൻ ഇവൻ ഈ എനിക്കൊന്ന് ആ സ്വീഡനിലുള്ള ആ ചിപ്പ് വെച്ച് നമുക്ക് GPS ട്രാക്കിംഗ് ഉണ്ടെന്ന് 100% ഉറപ്പല്ലേ? അതെന്ത് സ്കെയർ ചെയ്യണം. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭ്രാന്താന്ന് തോന്നും, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഡൗട്ട് ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ചിപ്പ് ഉണ്ടോന്ന്. കാരണം എനിക്ക് പലതവണ സംഭവിച്ചിട്ടുള്ള, ഞാൻ ആലോചിക്കുന്ന ചില കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് എൻ്റെ ഫോണിൽ വരും. ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കുന്ന ആലോചിച്ചാൽ അത് അപ്പം ആമസോണിൽ വരും. ഞാൻ എന്തെങ്കിലും ഫുഡ് മേടിക്കണമെന്ന് ആലോചിച്ചാൽ എനിക്ക് അപ്പോൾ ഊബർ ഈറ്റ്സിൽ നോട്ടിഫിക്കേഷൻ വരും. എനിക്ക് പലതവണ തോന്നിയിട്ടുള്ള, ചിലപ്പോൾ കാണുന്നവർക്കൊക്കെ അത് ഭ്രാന്തായിട്ട് തോന്നും, പക്ഷെ എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി അത് ചിപ്പിന്റെ അല്ലടാ. നിന്റെ ഫോൺ ഒബ്വിയസ്ലി അതിനെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, ഒരാളൊരു ഫോണിനെ ഫുള്ള് എന്റെ തലക്കകത്ത് നടക്കുന്ന കാര്യം എങ്ങനെ ഫോൺ തലക്കകത്തന്നെ മാത്രമല്ല, നീ ഫോൺ ഉപയോഗിക്കുന്നത് നീ ലെറ്റ്സ് ഇന്ന് ഈ സമയത്ത് 5 മണിക്ക് നീ ഊബർ ഈറ്റ്സിന് ഓർഡർ ചെയ്തു, നാളെ 5 മണിയാകുമ്പോൾ നോട്ടിഫിക്കേഷൻ എനിക്ക് വരും. പക്ഷെ അതാ പറഞ്ഞത്, നിന്നെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നീ ആമസോണിൽ നിന്ന് എങ്ങനെ വരുന്നത്? ഞാൻ സാധനം മേടിക്കണം, എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആമസോണിൽ നിന്ന് എങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത്? അത് എനിക്ക് സാധനം വില പറഞ്ഞിട്ടുണ്ട് നോക്കുന്നു എന്നൊക്കെ മെസ്സേജ് വന്നു. എന്തുവാ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആലോചിക്കുന്നതിലും കൂടുതൽ നമ്മൾ പറയുന്നതിൻ്റെ. കാരണം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ കണ്ടു, ഒരാൾ ഒരു ഫോണിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ഓരോ പാർട്ടിൽ ഇത് ആവശ്യമുള്ളതാണോ, ഇത് നമുക്ക് നമ്മുടെ ഈ ഫോണിൽ ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു സാധനം. അപ്പോൾ അതിൽ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് ഏതോ ഒരു പാർട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, പക്ഷെ അത് നമ്മളെ ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എന്തായാലും ഉണ്ട്. ഇപ്പൊ എന്തായാലും 100% ഉറപ്പാ നമ്മളെ ഫുൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അറ്റ് ദ സെയിം ടൈം ഇവര് ന്യൂ വേൾഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമാതിരി ഇത് കളിക്കുന്നത്. സാം ആൾട്ട്മാൻ ആണെങ്കിൽ ഒരു വേൾഡ് കോയിൻ തന്നെ കൊണ്ടുവരാൻ പോലെ, ഒറ്റ കറൻസി ലോകത്തെല്ലായിടത്തും ഡിജിറ്റൽ കറൻസി വേൾഡ് കോയിൻ. How do you know who's human in the era of AI? OpenAI CEO Sam Altman has founded World, and they think they have an answer. First, World built the orb to physically verify you're human. I scanned the QR code, looked inside the orb, their special built camera system that was mapping my iris, and boom, out popped my private World ID. Proof I'm one-on-one human. Orb then wipes the data as the encoded fingerprint of the image. The World ID now lives in the World app on my phone. Inside the app, I can chat, pay, and run mini games. I can also claim a little World coin, their digital token meant to give everyone a tiny stake in the network, an incentive to sign up. അറ്റ് ദ സെയിം ടൈം ട്രംപ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ചൈനയുമായിട്ട് ഇവിടുത്തെ ആളുടെ പേരാണ് മാർക്കാർണി, അയാൾ പോയപ്പോഴത്തേക്കാൾ ന്യൂ വേൾഡ് ഓർഡർ കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞു. ഇപ്പം ട്രംപ് അത് തന്നെയാണ് പറയണത്, എല്ലാവരോടും ഒരു ഹോൾ വേൾഡ് എല്ലാ ലോകത്തുള്ള എല്ലാ പ്രസിഡന്റുമാരോട് ചേർന്ന് ന്യൂ വേൾഡ് ഓർഡർ വരാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും ഒരു വരുമ്പോഴത്തേക്കും പണി കിട്ടാൻ പോകുന്ന താഴെക്കടലുള്ളവർക്കാണ്. ബേസിക്കലി അതാ സംഭവം. അല്ലെങ്കിൽ ആ മുകളിലുള്ളവർ താഴെയുള്ളവരെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പൊ തന്നെ എല്ലാ സംഭവിച്ചിരിക്കുന്നത് എലോൺ മസ്ക് ആളുകൾക്ക് എളുപ്പമാക്കാൻ പോകാന്നാണ് പറയുന്നത്. അയാൾ ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ AI കൊണ്ടുപോകുകയാണെങ്കിൽ ആൾക്കാർക്ക് സുഖമാണ്. അത്ര സ്നേഹം ഉണ്ടായിരിക്കും മനുഷ്യരോട് എല്ലാവരോടും. അത് എല്ലാവരുടെയും പണി എളുപ്പമാക്കാനും അത്ര സ്നേഹമൊക്കെ എല്ലാവരോടും. എല്ലാവരും കൺട്രോളിന്റെ ഇതാ, ആൾക്കാരെ കൺട്രോൾ ചെയ്യുക. മൈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആരൊക്കെ എടുക്കും എന്നുള്ള ആ സാധനം ഇവൻച്വലി എന്തായാലും വരും, ഉറപ്പാണ് 100% ഉറപ്പുള്ള കാര്യം വരും എന്നുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഈ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും നോന്ന് പറയും. ഞാനും നോന്ന് പറയും, എല്ലാവരും നോന്ന് പറയും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമിലർ ടു എല്ലാ സംഭവവും വന്നു കഴിയുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുള്ള ആൾക്കാർ എടുക്കുമ്പോഴത്തേനും എനിക്ക് നമ്മളെല്ലാവരും എടുത്തു പോകും. അത് വേണ്ടാന്ന് നിനക്ക് ചോയ്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സംഭവം. ഇപ്പം ഉള്ള ഒരുത്തൻ ആലോചിക്കുമ്പോഴത്തേനും അവൻ ലെറ്റ്സ് അവന്റെ വണ്ടി വന്ന് അവൻ പറന്നു പോകുന്നു. ഞാനിവിടെ ഇരുന്നിട്ട് ഊബർ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളുടെ കാര്യം എടുത്ത് നോക്കി. ഇപ്പൊ ചുറ്റും നിങ്ങൾ എല്ലാവരും മധുരം കഴിക്കുമ്പോൾ ഓക്കെ എനിക്ക് മധുരത്തിനോട് ടെംപ്റ്റേഷൻ കാണുമ്പോൾ പക്ഷെ വേണ്ട എന്ന് വേണമെങ്കിൽ അതുപോലെ അല്ലല്ലോ ഇത്, അതുപോലെ തന്നെ ഇത് അത് വേണമെങ്കിൽ അങ്ങനെ വേണ്ടാന്ന് വെക്കാവുന്ന. ഇച്ചിരി ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ എനിക്ക് ടൈപ്പ് ചെയ്യണം, എനിക്ക് ഇത് ടൈപ്പ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത സംഭവം ചെയ്യാൻ പറ്റത്തില്ല. ഓൾത് മൈൻഡ് എത്തും പക്ഷേ ശരീരം എത്തത്തില്ല. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഇത് ചെയ്യണം എന്ന് ആലോചിച്ചു, ഇനി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ മൈൻഡ് എത്ര സ്ട്രോങ് ആണോ അതനുസരിച്ച് എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ വലിയൊരു എക്സാമ്പിൾ അല്ലേ ടെസ്ലയുടെ സെൽഫ് ഡ്രൈവിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകണു, നമ്മളൊക്കെ ഒരു കൈ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷേ ടെസ്ല ഓടിക്കുന്നതിന് ഇവൻ്റെ ഫോണും ഉണ്ട്, ലാപ്ടോപ്പും ഉണ്ട്, എല്ലാം ഇരിക്കുന്നുണ്ട്. അവൻ എന്ത് പ്രൊഡക്റ്റീവാണ്, അവന് എന്തെങ്കിലും ആയിരിക്കാം, പക്ഷേ സിസ്റ്റം ആയിരിക്കാം. പക്ഷെ പുള്ളിയുടെ 30 മിനിറ്റ് ഡ്രൈവിൽ പുള്ളി ലാപ്ടോപ്പും ചെയ്യുന്നുണ്ട്, ഫോണും നോക്കുന്നുണ്ട്. ഇപ്പം നീ പറഞ്ഞു വന്ന സംഭവത്തിലാണെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ദൃശ്യത്തിന്റെ പാർട്ട് 1 കാണുമായിരുന്നു. അതിൽ പ്രൊഡക്റ്റ് എനിക്കവിടെ പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ എത്ര നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് കളയുന്നുണ്ട്. ഈ വണ്ടിയിൽ ഇത് ചെയ്യുന്ന സമയം നമുക്ക് അല്ലാത്ത സമയം ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലപ്പോ ഒരു ബിസിനസ് മാനിനെ ചിലപ്പോ അവന് 24/7 എപ്പോഴും ബിസിനസ് ആണ്, വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴും മനുഷ്യനൊക്കെ അങ്ങനെയാ. അത്രേ അത് പറയാം, പ്രയോറിറ്റൈസ് ചെയ്യണം. ഒരു ദിവസം എന്തായാലും 24 hours ഉള്ളൂ. വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കണം, ഇത് സാധനം പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയണം. അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എളുപ്പമാകുമെന്ന് വെച്ചിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ ലെവലിലല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇപ്പം നമ്മൾ ഓൾറെഡി അഡാപ്റ്റ് ചെയ്തേക്കുമല്ലേ. ഇപ്പം നീ ആലോചിച്ച് നോക്കിയേ, ഇല്ലെങ്കിൽ ഇപ്പോൾ
നമ്മൾ ദൃശ്യത്തിൻ്റെ പാർട്ട് 1 മൂവി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ഹൈലൈറ്റ്സ് നമ്മൾ കണ്ടുവരുന്നു. ജോർജ് കുട്ടി അന്ന് ചെയ്തത് നമുക്ക് എന്തായാലും ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റത്തില്ല. 2026 ആ സെയിം ക്രൈം അങ്ങനെ പടം ഇറങ്ങിയില്ലായിരുന്നെങ്കിലും പുള്ളിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. കാര്യം അന്ന് ജോർജ് കുട്ടിക്ക് ഫോണില്ലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാർ ഫുള്ള് ക്രൈം ചെയ്യാൻ പറ്റിയ കാര്യം. പുള്ളിക്ക് ഫോണില്ല. പുള്ളിക്ക് ഫോണില്ല. പുള്ളി തുടക്കം പോലെ പറയുന്നുണ്ട് പുള്ളി ഫോൺ ഉപയോഗിക്കുന്നില്ല. കാര്യം ഫോൺ എന്താ ആരെന്നോർത്താണ് പുള്ളി സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം പുള്ളിക്ക് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഓഗസ്റ്റ് 2-3 പുള്ളി ഇവിടെ ഇല്ല എന്നുള്ള സംഭവം പൊളിയും. കാര്യം പുള്ളിയുടെ പോക്കറ്റ് ഫോൺ കിടപ്പുണ്ട്. വീട്ടിൽ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അവൻ അവിടെ നിന്ന് കണക്ട് ചെയ്യുന്നത്. അത് 2012 ആയതുകൊണ്ട് പടം ഇറങ്ങി. പക്ഷേ 2016 ഫോണില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ പടത്തിൽ ഇറങ്ങിയാൽ ആൾക്കാർ മനസ്സിലാവും. ഫോണില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. 2016 സിനിമ അങ്ങനെ വേണേ ഇറക്കാം. പക്ഷെ ആ ഒരു പടം അന്ന് വർക്ക് ചെയ്തു. പക്ഷെ ഇന്നത് വർക്ക് ചെയ്തില്ല. എല്ലാവരിലും ഫോണുണ്ട്. കാര്യം ജോർജ് കുട്ടി ഓഗസ്റ്റ് 2-3 റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉള്ള മെയിൻ സംഭവം എന്ന് വെച്ചാൽ അതിൽ പുള്ളിക്ക് ജസ്റ്റ് എല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഞാൻ അന്ന് പോയെന്നുള്ളത്. പക്ഷേ പുള്ളിക്ക് ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിയുടെ മോൾക്ക് ഫോണുണ്ട്, വലിയ മോൾക്ക് ഫോണുണ്ട്, ഭാര്യയ്ക്ക് ഫോൺ, പുള്ളിക്ക് ഫോണിൻ്റെ എന്തായാലും പറ്റത്തില്ല. കാര്യം സംഭവം പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി അഡാപ്റ്റഡ് അല്ലേ. കാര്യം ഇന്നിപ്പോൾ നമ്മൾ 2026 നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് ഈ സംഭവം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഉണ്ട്. പിന്നെ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത് പക്ഷേ ഇത് മാറ്റി വെക്കാൻ പറ്റുമോ? ഇത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് കംപ്ലീറ്റ്ലി വേണമെന്നല്ല. ഒരു ഒറ്റ ഓപ്ഷൻ ബേസ് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പോയിന്റ്. ഇതിപ്പോ നാളെ നമുക്ക് ഇതൊരു പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കാട്ടിക്കളയാൻ പറ്റും. തലയിലുള്ളൊരു സാധനം എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നീ പറിച്ചെടുത്ത് കളയോ? പക്ഷെ നീ കളയോ? ഇപ്പൊ നിനക്ക് അറിയാം നിന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്റെ ലൈഫിനെ ത്രെറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും കളയും. ഇല്ലെന്ന് ഇപ്പൊ പ്രശ്നമില്ല. അതുകൊണ്ടാണ്. പക്ഷെ അതുപോലെ തലയിലെ കേസ് അതല്ല, ലൈഫ് ത്രെറ്റ് ആണെന്നുള്ളതാണ്. എനിക്കൊന്നും അവൻ പറഞ്ഞ കാര്യമുണ്ട്. ഈ ഫോണിലുള്ള ഒരു കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിമിതി വരെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും. എടുത്ത് കളഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഈ തലക്കകത്തുള്ളത് കൈയിട്ടെടുത്ത് കളയാൻ പറ്റത്തില്ല. അത് ശരിയാണ്. അതുമല്ല, അതൊരു അൾട്ടിമേറ്റ് കൺട്രോളുമാണ്. ഇത് റെസ്ട്രിക്ഷൻ ആണ്. ഇതിലൊരു ഇച്ചിരി കൺട്രോൾ നമുക്കും ഉണ്ട്. ഇപ്പോൾ ഈ ഫോൺ മാറാനുള്ളൊരു കൺട്രോൾ ഉണ്ട്. കാരണം ഇതിലാണ് ട്രാക്കിങ്ങും ക്യാമറയും എല്ലാ സെറ്റപ്പും വരുന്നത്. ഒരു ബേസ് ഫോൺ ഉപയോഗിച്ചാൽ ഫോൺ വിളിക്കാനുള്ളൂ. ക്യാമറയ്ക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യാമറ മേടിക്കുക, പാട്ട് കേൾക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കുക. സോ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റിൽ നമുക്ക് ഇപ്പോഴും. പക്ഷേ ന്യൂറാലിങ്കിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ. നമ്മൾ ഫുള്ളി ട്രാപ്ഡ് ആയിരിക്കും. ഇനി പറ, നിങ്ങളൊക്കെ ആരൊക്കെ എടുക്കും? കേൾക്കട്ടെ. ആദ്യം ബെൻസ്ബായ് ഇവിടെ എല്ലാവരും കിടത്തിയിട്ട് ബെൻസ്ബായുടെ തലയിൽ ഒരു ന്യൂറാലിങ്ക് വെച്ചുകൊടുക്കും. അത് നിലവിൽ ഒരു ചിപ്പല്ല. അത് എനിക്കൊന്ന് മൾട്ടിപ്പിൾ ചിപ്സ്. ഈ പുള്ളിയുടെ ആണെങ്കിൽ 64 ചിപ്പുണ്ട്. 64 ചിപ്പിന് 16 കൈ എന്തോ ഉണ്ട്. അതാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അങ്ങനെ സംഭവം വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ചോദ്യം ഉത്തരം പറയാനില്ല. ഞാൻ എടുക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല. ഞാൻ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ റിയലിസ്റ്റിക്കലി ആലോചിച്ച് തരാൻ സംഭവം. എനിക്ക് എടുക്കത്തില്ല എന്ന് എല്ലാവരും പറയത്തുള്ളൂ ഒബ്വിയസ്ലി ഈ സമയത്ത്. പക്ഷേ സംഭവം വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരും എടുക്കും. അതിപ്പോൾ നമ്മുടെ പേരൻസ് പണ്ട് പറഞ്ഞില്ല ഫോൺ ഉപയോഗിക്കരുത്. ഇന്ന് യൂട്യൂബിൽ ഏറ്റവും ആക്റ്റീവ് ആൾക്കാർ അവരാ. ഞാനാണ് ഓൾറെഡി. ഞാൻ മാത്രമാണ് ഇവിടെ ക്രിസ്ത്യൻ. പക്ഷേ അവിടെ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊഡിക്ഷൻ ഞാൻ ഇട്ടിരിക്കുന്നു. അയ്യോ, ഞാൻ അതല്ല കുഴപ്പമില്ല. അതല്ല, അത് പോട്ടെ. ഓൾറെഡി ഞാൻ പ്രൊഡിക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇട്ടു. അതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇതിനെടുത്തിട്ടുണ്ടെങ്കിൽ യു ബിലോങ് ടു ദി ആന്റി ക്രൈസ്റ്റ്, യു അഗൈൻസ്റ്റ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതോട് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോണം. എനിക്കത്രേ പറയാനുള്ളൂ. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഉള്ള രീതിയിൽ അല്ല ഇട്ടത്. എനിക്കിങ്ങനെ ഒരു സംഭവം അറിയാം. ഇത് 100% വരും എന്നറിയാം. മാക്സിമം ആൾ എടുക്കാതിരിക്കുന്നെങ്കിൽ എടുക്കാതിരിക്കട്ടെ. ഒരു പ്രിക്കോഷൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ സെയിം സാധനം തന്നെയാണ് എയുടെ കേസ്. ഞാൻ മുന്നേ പറഞ്ഞില്ല. അതായത് ഇത് ഇന്നും ഇന്നലെയും അവർ പെട്ടെന്ന് തീരുമാനിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമല്ല. ഇത് ഇന്ന സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അവർ പ്രീ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്നായി പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഈ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ആയിരിക്കും എന്ന് പറഞ്ഞത്. അവസാനം ലൈക്ക് പവർഫുള്ളായി ഈ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ആയിരിക്കും ഒരു ബിലീഫ് ഉണ്ട്. ഒരു റോബോട്ട് എന്നുള്ള ഇതാണ്. അതായത് ഒരു അതിനകത്ത് പറഞ്ഞിട്ട് അത് പ്രഡിക്റ്റ് പറഞ്ഞ പ്രതിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കും എന്നാണ് പറയുന്നത്. ഐ മീൻ അന്ന് ഇപ്പോഴായിട്ടൊന്ന് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രതിമ എന്ന് പറഞ്ഞാൽ റോബോട്ട് അനങ്ങുന്നില്ല, ഒരു ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ AI ആക്കുന്നു. ബേസിക്കലി എല്ലാം ലൈക്ക് ഓൾറെഡി എല്ലാം പ്രെഡിക്റ്റ് വെച്ചിരിക്കുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് തോന്നിയ ആവശ്യമില്ല എന്ന് തോന്നുന്നത്. പക്ഷെ നാളത്തെ പറയാൻ പറ്റത്തില്ല. കാരണം ഒരു 5 വർഷം മുമ്പാണെങ്കിൽ നമ്മൾ പൈസ ഉള്ളവൻ ഡ്രൈവറിനെ ഹയർ ചെയ്യും, പൈസ ഇല്ലാത്തവൻ സ്വയം വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. ഇന്ന് പൈസ ഇല്ലാത്തവനും സെൽഫ് ഡ്രൈവ് ചെയ്ത് ആ സമയത്ത് ഫോൺ ഉപയോഗിക്കും. കാരണം നമുക്ക് ഷോർട്ട് ടൈം പറയാൻ ഓക്കെ, ജിമ്മിൽ പോകാൻ 5 മിനിറ്റത്തെ ഡ്രൈവ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഇപ്പോൾ കോൺസ്റ്റൻ്റ്ലി ഞാനിപ്പോൾ ഒരു എല്ലാ ദിവസവും 2 മണിക്കൂർ ടൊറൻറ്റോയിലെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എനിക്കെന്ത് കംഫർട്ടബിളാണ്. ഞാൻ ട്രാഫിക്ക് എപ്പോഴും കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്യണ്ട. ഞാനവിടെ ഇരുന്ന് ഫോണിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇമെയിൽസ് അയക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം ടിക്ടോക്ക് കാണണമെങ്കിൽ ടിക്ടോക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഫോക്കസും ചെയ്യണ്ട. എന്ന് വെച്ചാൽ ഒരു ഈസി ലൈഫിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരു 5 വർഷം മുമ്പ് പോയിക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ സ്വയം വണ്ടി ഓടിക്കുമെന്ന് പറയും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഓർക്കും ഓക്കെ മേ ബി 2 വണ്ടിയും ഉണ്ടാവും. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോങ് ആയിട്ട് അല്ലെങ്കിൽ ട്രാഫിക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഓക്കെ ഞാൻ എൻ്റെ നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള ഗേ ടെസ്റ്റിൽ എടുത്തുകൊണ്ട് പോവാം.
അപ്പോൾ അതൊക്കെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ആൻഡ് യെസ്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ സംഭവം ഉണ്ടെങ്കിൽ താരെ പറഞ്ഞറിയിക്കുക. വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല സംഭവം അതും പറഞ്ഞറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടപ്പെട്ടത് അതും പറഞ്ഞറിയിക്കുക. ആൻഡ് എന്തെങ്കിലും ടോപ്പിക് സജഷനും സംഭവം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് പറഞ്ഞറിയിക്കുക. ബെൻസ് ബൈ എന്ന് പറഞ്ഞ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതും പറഞ്ഞറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ എന്തായാലും പ്ലീസ് ഡു. സോ ഗൈസ് ടേക്ക് കെയർ. ബൈ. കേട്ടില്ല, നീ എന്തായാലും പറഞ്ഞേ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു.